ദേഷ്യം രാജിവെക്കാൻ തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ചാ എല്ലാ ദിവസവും പ്രോഗ്രാമിന് പോകുമ്പോൾ തോന്നാറുണ്ട്. ഇപ്പൊ 1 മണിക്കൂർ മുമ്പ് തോന്നിയോ? വേറെ ആർക്കെങ്കിലും ആ പൊസിഷൻ കൊടുത്തിട്ട് എനിക്കൊന്ന് സ്വസ്ഥായി ഇങ്ങനെ മാനേജർ പൊസിഷൻ ഞാൻ രാജിവെക്കാൻ തിരിഞ്ഞു നോക്കുമ്പോ ആരുമില്ല. അതായത് കഴിഞ്ഞ ദിവസം പ്രോഗ്രാം ഞങ്ങൾ 3 ദിവസം ട്രാവലുണ്ട്. ഇങ്ങനെ കൂടെ പോയി ട്രിവാൻഡ്രം വന്നതായിരുന്നു, തിരുവല്ല പോയിട്ട് പിന്നെ വീട്ടിലേക്ക് പോകും. അവനെ ഒരു കുഞ്ഞു ബാഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോ 2ാമത്തെ ദിവസം ഒരേ ഷർട്ട്. ഇതിനൊരു അന്ത്യമില്ലേ? പ്രോഗ്രാം കാണുമായിരിക്കും, നല്ല പ്രോഗ്രാമിന്റെ ഡ്രസ്. 3 വർഷം മുമ്പ് വണ്ടർലേ പോയ ടീഷർട്ട് ഇല്ലേ, അതിട്ടോണ്ട് ഇപ്പോഴും പിടിക്കാം. ഇപ്പൊ എല്ലാവർക്കും മൊബൈൽ എടുക്കാൻ എഡിറ്റ് ചെയ്യാൻ അറിയാം. അന്നൊന്നും ആർക്കും അറിയില്ല. ഒരു വീഡിയോ എടുക്കാൻ തന്നെ ഫോൺ നല്ല ഫോണുകൾ നമ്മുടെ വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ 2 പേരെടുത്തേക്ക് നല്ല ഫോണുകളാണ്. അതെ അന്ത കാലഘട്ടം. ഞാനപ്പോ 4th സ്റ്റാൻഡേർഡിൽ കണ്ടത്. ഞങ്ങൾ 6ാം ക്ലാസ്സിലായിരുന്നു അല്ലേ? 6ാം ക്ലാസ്സിലെ ഓർക്കൂട്ട് യൂസ് ചെയ്യായിരുന്നു. ഒരു ഗ്ലോബൽ ലെവലിലേക്ക് പോകണം എന്നുള്ളതാണ് നമ്മളിപ്പം ഹിന്ദി വേർഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല നമ്മളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ മലയാളത്തിലെ ആൾക്കാര് പോയിട്ട് പല സ്ഥലങ്ങളിൽ പാടുന്ന കേൾക്കാറില്ലല്ലോ. അപ്പൊ ഞങ്ങൾ കൂടുതൽ പ്രൊഡക്ഷൻ ഈ വർഷം പ്ലാൻ ചെയ്യുന്നത് നമ്മുടേതായിട്ടുള്ള ഓൺ സോങ് കോമ്പോസിഷൻസ്. അപ്പൊ ഒരെണ്ണത്തിന്റെ വർക്ക് കഴിഞ്ഞു, അതിന്റെ വീഡിയോ പ്രൊഡക്ഷൻ ആകും. എല്ലാവരിലേക്ക് എത്തണം എന്നുള്ളതാണ്. നമുക്ക് ബിയോണ്ട് മലയാളീസിനേക്കാളും മേളിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അപ്പൊ ഇനിയുള്ള നമ്മളുടെ വർക്കുകൾ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നിങ്ങൾ ഭയങ്കര ഫണ്ണായിട്ടുള്ള ആൾക്കാരാണോ? എങ്ങനെയാ? എല്ലാം ഉണ്ട്. സീരിയസ് ആണ്ടത് സീരിയസ് ആവും, ഫണ്ണാകേണ്ട അടുത്ത് ഫണ്ണാകും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. ഇപ്പൊ ഒരുപാട് ഇന്റർവ്യൂസിൽ ഞാൻ കേട്ടു ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കുറെ നിങ്ങളുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതെ, അതൊന്നും വേണ്ട, ഞാൻ പഠിച്ചു അത്. എല്ലാ ഇന്റർവ്യൂസിലൂടെ പഠിച്ചു. ഇനി നിങ്ങളുടെ നന്ദഗോവിന്ദം എന്ന് പറയുമ്പോ ഇപ്പൊ ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും കോമ്പറ്റീഷൻ എന്ന് പറയുന്നില്ല, ഇങ്ങനത്തെ ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഫ്യൂച്ചറില് നന്ദഗോവിന്ദം എവിടെ എത്തി എന്നാണ് നിങ്ങൾ ഓരോരുത്തർ ആഗ്രഹിക്കുന്നത്? നന്ദഗോവിന്ദം ഒരു ഗ്ലോബൽ ലെവലിലേക്ക് പോകണം എന്നുള്ളതാണ് നമ്മള്. ഇപ്പൊ നമ്മൾ എന്താണെങ്കിലും ഓസ്ട്രേലിയൻ ടൂറിന് 10 ഡേയ്സിലുണ്ട്. അതൊക്കെ ടൂർസ് ആയിട്ട് മാത്രം നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ലിസണേഴ്സ് ഇപ്പം നമുക്ക് കൂടുതൽ നമ്മളിപ്പോ ഒരു 80% മലയാളികളായിരിക്കും. പിന്നെ തമിഴുണ്ട്, അല്ലെങ്കിൽ തെലുങ്ക്, കന്നഡയൊക്കെ ഉണ്ട്, കന്നഡയൊക്കെ ഉണ്ട്. അതിന് മേളിലേക്ക് ഇപ്പം അക്രോസ് ഇന്ത്യ എല്ലാവരും ലിസൺ ചെയ്യുന്ന കൈൻഡ് ഓഫ് സോങ്സ് ആയിരിക്കണം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതിലെല്ലാവരെയും യുണൈറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ മലയാളത്തിൽ നിന്നുള്ള നമ്മളിപ്പം ഹിന്ദി വേർഷൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല നമ്മളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ മലയാളത്തിലെ ആൾക്കാര് പോയിട്ട് പല സ്ഥലങ്ങളിൽ പാടുന്ന കേൾക്കാറില്ലല്ലോ. അപ്പൊ ഞങ്ങൾ കൂടുതൽ പ്രൊഡക്ഷൻ ഈ വർഷം പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മുടേതായിട്ടുള്ള ഓൺ സോങ്സ് കോമ്പോസിഷൻസ്. അപ്പൊ ഒരെണ്ണത്തിന്റെ വർക്ക് കഴിഞ്ഞു, അതിന്റെ വീഡിയോ പ്രൊഡക്ഷൻ ആകുന്നു. അപ്പോ അതൊക്കെ നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്ന കൂടുതൽ മലയാളത്തിലുപരി അല്ലാത്ത എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളാണ് കണക്ട്. അപ്പം എല്ലാവരിലേക്ക് എത്തണം എന്നുള്ളതാണ്. നമുക്ക് ബിയോണ്ട് മലയാളീസിനേക്കാളും മേളിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അപ്പോൾ ഇനിയുള്ള നമ്മളുടെ വർക്കുകൾ. പിന്നെ എന്നും നമ്മളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇതിലൂടെ എല്ലാവരെയും യുണൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരു ഐക്കൺ ഫോർ ദ പീസ്, അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുക. നിങ്ങൾക്ക് എങ്ങനെയാ പീസ് കിട്ടണേ? ഈ പാട്ട് പാടുമ്പോഴാണോ അതോ നിങ്ങൾ യോഗയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ്, അങ്ങനെ എന്താണ് നിങ്ങളുടെ ഒരു പീസ് ഓഫ് മൈൻഡ് എന്ന് വെച്ചാൽ? യോഗ മ്യൂസിക് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പീസ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ എല്ലാവരുടെ കൂടുന്നതാണ്. എല്ലാവരുടെ കൂടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. ഞങ്ങളിപ്പോ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാനിപ്പോ എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 20+ ഡേയ്സ് എന്തായാലും ഒരു മാസത്തില് പ്രോഗ്രാം ഉണ്ട്. മിക്ക ദിവസവും ഒരുമിച്ച് സ്റ്റേജും കാര്യങ്ങളും യാത്രകളെല്ലാം ഉണ്ടാവും. ശരിക്കും നമ്മുടെ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്നൊക്കെ ഒരു ട്രിപ്പ് പോകുമ്പോൾ ഒരു ഫീൽ ഇല്ല. ആ ഒരു വൈബിൽ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കത്തില്ല. കാരണം നമ്മള് ആ സമയത്ത് നമുക്ക് വേറെ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഏറെക്കുറെ ഇപ്പൊ ആ ഒരു മൂഡിൽ എല്ലാരും. ഇപ്പോൾ ഒരു 20 വർഷം മുമ്പത്തെ ആ ഒരു മൂഡിൽ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വീഡിയോ കോള് വരുമ്പോഴാണ് ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഇപ്പം ഹരി പിന്നെ എല്ലാവരും തന്നെ അത്യാവശ്യം ജോലിയൊക്കെ ഒന്നെങ്കിൽ റിസൈൻ ചെയ്തു, അല്ലെങ്കിൽ ഇവൻ ലേബർ ഓഫീസറാണ്. അപ്പൊ അവൻ ലോങ് ലീവ് എടുത്തു. ലോങ് ലീവ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പറഞ്ഞ മറ്റേ ഇപ്പം നമ്മൾ 10ാം ക്ലാസ്സിലും 12ിലൊക്കെ പഠിക്കുന്ന പിള്ളേരില്ലേ, അവരുടെ ഒരു വൈബാ, സംസാരവും ഇടപെടുന്ന രീതി. ഞങ്ങൾക്കിത് അത് കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നു. ഈ സെയിം എനിക്ക് ആ ഒരു ഫീലൊക്കെ ഇപ്പൊ കിട്ടുന്നത്. എല്ലാരും സ്കൂളിലേക്കൊക്കെ തിരിച്ചു പോയ ഒരു ഫീൽ.
അങ്ങനെ തന്നെ ആകട്ടെ അല്ലേ. അതെ. ഈ ഇതിൽ അഭി വന്നിരിക്കുമ്പോ മുതിർന്ന ചേട്ടന്മാരാണല്ലോ എല്ലാരും. അപ്പൊ ഇതിൽ ആരാ ഏറ്റവും സ്ട്രിക്റ്റ് ആരാ? ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്ന അല്ലെങ്കിൽ വഴക്കൊക്കെ ഉണ്ണിച്ചേട്ടൻ ഞങ്ങളുടെ മാനേജർ ആ വഴി മാറിയും കൊടുത്തു അതാണ് എല്ലാരും ഇങ്ങനെ ധൈര്യമായി നോക്കിക്കോളൂ. ചേട്ടനെ കണ്ട വെച്ച് തോന്നൂലല്ലോ. എന്നോട് നല്ല പാവായിട്ടാ പറഞ്ഞത്. ആണോ? എല്ലാവർക്കും പേടിയാണോ ചേട്ടനെ? പേടിയൊന്നുമില്ല. ഇന്നലെ ഞാൻ നവീൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ഈ കൂട്ടത്തില് എല്ലാരോടും കറക്റ്റ് ആയിട്ട് പറയാൻ അധികാരം അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാളവനാ. കാരണം ഒരു ടൈം പറഞ്ഞാൽ 5 മിനിറ്റ്സ് മുമ്പ് അവൻ അവിടെ ഉണ്ടാവും. അപ്പം അവൻ ലേറ്റ് ആയതല്ലേ നമുക്ക് അവനെ കുറ്റം പറയാൻ പറ്റുള്ളൂ. അവൻ ഒരിക്കലും ലേറ്റ് ആവാറില്ല. ആ ഒരു ദിവസത്തിനാണ് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തത്. പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ് ലേറ്റ് ആണ്. അത് ഇവിടെ വന്നപ്പോൾ അതെല്ലാം ഇതൊക്കെ നോക്കി ഞങ്ങൾ ഇരിക്കണം, ഞങ്ങൾ ഈ കോസ്റ്റ്യൂമാണ്, ഞാൻ നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങളെ അതെല്ലായിടത്തും പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ? അതെ അതെ സാറിൽ ഇരിക്കട്ടെ. ചെറിയതല്ല, കുഴപ്പമില്ല. അപ്പൊ നിങ്ങളെല്ലാം സാധാ കോസ്റ്റ്യൂമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നി ഒരു ഉത്തരവാദിത്തപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളെ കംഫോർട്ട് ആക്കുക എന്നതാണ് ചിന്തിക്കുന്നത് തോന്നി. അപ്പത്തേനും അല്ലെ ഞങ്ങൾ മാറി തന്നില്ലേ അല്ലേ? വെരി ഗുഡ് കെന്നാന്ന് പറ. വെരി ഗുഡ്, വെരി ഗുഡ്. കിളി പോയി. ഇല്ലില്ല, നിങ്ങളിപ്പോ ഈ ഒരുപാട് ദിവസങ്ങളിൽ ഇപ്പൊ നാളെ ഉണ്ട്, ഇന്നുണ്ട് ഷോ, ഇങ്ങനെ ഷോസ് ഇങ്ങനെ ട്രാവലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് സ്റ്റേജിൽ ഒരു വീഡിയോ നവീൻ ചേട്ടന്റെ മക്കൾ അച്ഛൻ എപ്പോഴാ വരുന്നേ, വീട്ടിൽ എപ്പോഴാ വരുന്നത്, ഇപ്പൊ നവീൻ ചേട്ടൻ പെട്ടെന്ന് കരഞ്ഞു. അപ്പം വളരെ കുറവാണ് ഫാമിലി ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? ഒരു മന്ത്ലി എടുത്ത് നോക്കുമ്പോൾ എത്ര ദിവസമൊക്കെ നിങ്ങൾക്ക് വീട്ടില് ഒരു സ്വസ്ഥമായിട്ട് സ്റ്റേ ചെയ്ത് അവരായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈം എങ്ങനെയായിരിക്കും? കൂടുതലുള്ള സമയം വളരെ കുറവാണ്. കാരണം ഈ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് കുറെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഉണ്ട്. അതല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വർക്ക് ചെയ്യുന്നതിന് ശേഷം ഇപ്പൊ നമുക്ക് ഇവിടുത്തെ പ്രോഗ്രാംസിൽ ട്രാവൽ ചെയ്ത് തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ മൺഡേ മോർണിംഗ് ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ജോലിക്ക് കയറണം. അപ്പൊ തന്നെ അവരിപ്പത്തരം വർക്ക് ചെയ്യുന്നിടത്തേക്ക് വരും, അച്ഛാ കളിക്കാന്ന് പറയും. അപ്പൊ ഇല്ല, സമയമില്ല, പണിയെടുക്കണം. അപ്പം വൈകുന്നേരം ആവും, പിന്നെ ഇപ്പൊ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാം. അപ്പം മിക്കവാറും എല്ലാ വീക്കെൻഡും ഞാൻ ട്രാവൽ ചെയ്യും, എല്ലാ വീക്കെൻഡും കൂടെ വരും. അപ്പൊ വീക്കെൻഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് ദിവസമുണ്ട്. അപ്പൊ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ചിലപ്പോൾ കുറച്ച് ഒരാഴ്ചയോ അല്ലെങ്കിൽ 3-4 ദിവസം എക്സ്റ്റെൻഡ് ചെയ്യും. പിന്നെ അവിടെ 2 ദിവസമായിരിക്കും വളരെ കുറച്ചാണ് അറിയുക. പക്ഷെ ഇനിയിപ്പം രണ്ടും കൂടെ ബാലൻസ് ചെയ്യണം. ഓക്കെ. ഇതിൽ നവീൻ ചേട്ടന്റെ ലവ് മാരേജ് ആണെങ്കിൽ ഒരുപാട് ഷോർട്സും കാര്യങ്ങളും. ഇതില് വേറെ ആരൊക്കെ ലവ് മാരേജ് ചെയ്തിരിക്കുന്നത്? അതിലാരും കൈ വെക്കില്ലല്ലോ, കോൺഫിഡന്റ് ആയിട്ട് രണ്ടുപേര് മാത്രം. അറേഞ്ച് മാരേജ് ആണോ? അറേഞ്ച് ലവ് മാരേജ്. നല്ലൊരു ഫസ്റ്റ് ഫസ്റ്റ് ബോയിനെ പോലെ തോന്നുന്നത്. നല്ല അച്ചടക്കവും നല്ല എല്ലാം തൊട്ട് ഭയങ്കര ഒരു എക്സ്ട്രാ ഒരു ബഹുമാനം കൊടുക്കാൻ തോന്നുന്ന ഒരു ലുക്കിലാണ് മനീഷേട്ടൻ വന്നിരിക്കുന്നത്. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? നന്ദഗോവിന്ദൊക്കെ ആയിട്ട് സ്കൂൾ കാലഘട്ടത്തിലും ഇവര് പറയണല്ലോ കോളേജ് കാലഘട്ടത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അച്ഛൻ്റെ കൂടെ പഠിച്ച എന്റെ അച്ഛനോട് പഠിച്ച ഇവനാട്ടോ ഞങ്ങളെ കഴിഞ്ഞ എല്ലാം മൂത്തത്. ഞങ്ങളെ കൂട്ടത്തിൽ പിന്നെ ഇങ്ങനെ ഇരുത്തിയേക്കുന്നത് ചേട്ടനായ ശരിക്കും. ഹരിയേട്ടനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവനെന്തൊക്കെ സോറി ചേട്ടാ. അതാ സന്തോഷം, അങ്ങനെ വിളിച്ചാൽ മതി. ഞങ്ങളെ മനീഷ് എന്ന് പറയും ഏതെങ്കിലും സ്റ്റേജിൽ. വേണ്ട, അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടനാണ് അറിയുന്നത്. അപ്പു ശരവണ അറിയത്തുള്ളൂ. വീട്ടിലെല്ലാരും അപ്പു അപ്പു തിരുവഞ്ചൂര് വന്നിട്ട് മനീഷിന്റെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അങ്ങനെ കടപിടില്ലെന്ന് പറയും. അപ്പുക്കുട്ടന്റെ അപ്പുക്കുട്ടന്റെ അറേഞ്ച് മാരേജ് എന്നാണ്. അപ്പൊ അതാ വിളിക്കുന്നത്. ലവ് മാരേജ് പറഞ്ഞേക്കണ ആരൊക്കെയാണ്? കോലളക്കുള്ളതാണോ? അതൊന്ന് കേക്കട്ടെ. വിഷുവല്ലേ, നല്ലൊരു പരിപാടിക്കാണല്ലോ അത് ഇങ്ങനെ കണ്ടുപിട്ടിയതാ. അല്ല, വിഷയൊക്കെ ഒന്ന് കഴിഞ്ഞു വരുന്നുള്ളൂ. വീണ്ടും ഇനി വേണ്ടത് വയ്യെന്നൊക്കെ. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാരും തന്നെ ലവ് മാരേജ് ആണ്. അതില് ഒരാളുടെ മാത്രമാണോ സ്റ്റേജ് ഷോയിൽ കണ്ടുമുട്ടി?
ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അന്ന് സ്റ്റേജ് ഷോയിനൊന്നും അത്ര ആളില്ല കണ്ടുപിട്ടാൻ. കൂട്ടുകാരായിട്ട് അതെ ഞങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിലാണ് ഒരുപാട് സ്നേഹവും സമാധാനങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ കാണാനെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ മെസ്സേജ് വരാറില്ലേ? ഒരുപാട് മെസ്സേജസ് വരുമല്ലോ. ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന ഒരു മെസ്സേജ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രവീൺ ചേട്ടൻ ഏതായിരിക്കും പറയുന്നത്? ഇൻസ്റ്റയിലെ മെസ്സേജസ് നോക്കാറില്ല. നോക്കാറില്ല. ഇന്നലെ അടിച്ചു നോക്കിയാണ് നമ്മൾ ഈ നിങ്ങൾക്ക് മെസ്സേജ് റിക്വസ്റ്റ് അയക്കുന്നവര് അതെ. ആക്റ്റീവ് അല്ല, എനിക്ക് അറിയത്തില്ല. ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ ഒന്ന് കാരണം ഞാൻ ഇൻസ്റ്റയുടെ അക്കൗണ്ട് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇവനൊരു വീഡിയോ വൈറലായിട്ട് നീ മറ്റേ മനോഹരിന്റെ വൈറലായിരുന്നു. അപ്പൊ ഞാൻ എനിക്കറിയാൻ പാടില്ല, കാരണം എന്റെ ഇൻസ്റ്റ ഇല്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ തുടങ്ങി, അത് ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങി. ഇതൊന്ന് പിൻ ചെയ്തിടണേ, കാര്യം കുറെ പേര് ചോദിക്കുന്നുണ്ട് പ്രവീൺ ചേട്ടൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ പ്രവീൺ ചേട്ടൻ ഇൻസ്റ്റ അത്രയും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഇവനുമായിട്ടിരിക്കാൻ പോകും. അപ്പം ഒന്ന് വന്നു പഠിക്കാൻ. എവിടെ തൊട്ട് എന്താ അത് സംഭവിക്കും? സിമ്പിൾ അല്ലേ? മെസ്സേജ് എടുത്ത് നോക്കുക, റിക്വസ്റ്റ് വരുമ്പോഴത്തേന് ചേട്ടന്റെ ഫാൻസിനൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുക, തിരിച്ച് ഫോളോ അയക്കുക. ഓ, ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഉണ്ട്, പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അതെ, അതൊന്നും കാര്യമൊന്നുമില്ല. അല്ല, ഇന്നലെ ഞാൻ എന്നോട് ചോദിച്ചു ആരൊക്കെ എന്നോട് മെൻഷൻ ചെയ്തിട്ടുണ്ടോ. ഞാൻ എല്ലാവരും ചിരിച്ചു കാണിച്ചിട്ട് ഞാൻ പോകുന്നു. അതിന് ആരൊക്കെയാന്ന് എങ്ങനെ അറിയാം? തിരിച്ചടിക്കാൻ അറിയില്ല. ഞാൻ സീരിയസ്ലി ഞാൻ പറഞ്ഞു, ഞാൻ ചിലപ്പോ റീൽസ് കാണാറുണ്ടാവുന്നുണ്ട്, അതല്ലാതെ അതിനകത്ത് അങ്ങനെ വേറെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഞാൻ കൂടുതലും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പറയും അപ്പച്ചനായെന്ന് പറയും. ഫേസ്ബുക്കിലാണ് ഞാൻ കൂടുതൽ ഇത് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം, അതാണ് കംഫർട്ട്. ഇതില് നവീൻ ചേട്ടൻ മാത്രമാണ് ഇൻസ്റ്റ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് കൊണ്ട് നടക്കുന്നത്. നവീനും ശ്രീലാലും. ശ്രീലാലോ, ഓക്കെ. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എല്ലാവരും ആക്റ്റീവ് ഒക്കെ തന്നെ. അല്ല, റീല് കാണാൻ മാത്രമേ ഉള്ളൂ ആക്റ്റീവ്. അതെ, ഞാൻ അധികം റീൽസ് കാണാനായിട്ടല്ല ആക്റ്റീവ്. ഞാനപ്പോൾ തന്നെ ബാക്കി നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങളും പോസ്റ്റ് ചെയ്യാനൊക്കെ. അഭിയോ? ഞാൻ ഫുൾ ടൈം ഇൻസ്റ്റല്ല. ക്യാൻഡി ഗെയിം ഉണ്ട്, ക്യാൻഡി ക്രഷ് ഒക്കെ. ഗെയിം ഭ്രാന്തനാണോ? ആപ്പിൾ മെഴുകുന്നില്ല, അത് പുതിയ വർഷനാണ് ചെയ്തത്. 7 hours ഇത്രയും തിരക്കിന്റെ ഇടയിൽ നമ്മൾ ഏകദേശം പ്രോഗ്രാമിന് വേണ്ടി സ്റ്റേജിൽ ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. പിന്നെ 1 hour സൗണ്ട് ചെക്ക് 4 മണിക്കൂർ. കഴിഞ്ഞൊരു മനുഷ്യൻ ആവറേജ് 6-7 മണിക്കൂർ കിടന്ന് ഉറങ്ങും. അതിനുശേഷം 7 മണിക്കൂർ അവൻ എവിടുന്ന ഗെയിം അതെനിക്കറിയത്തില്ല. പ്രോഗ്രാമിന്റെ ട്രാവൽ ഉണ്ടോ? ആവറേജ് 3 മണിക്കൂർ ഒരു ദിവസം ട്രാവൽ കൂട്ടാം. ആവറേജ് സൗണ്ട് ചെക്കിന് കളിക്കല്ലേ? സൗണ്ട് ചെക്കിന് മുമ്പ് കളിക്കാം. സൗണ്ട് ചെക്കിന് ഗെയിം ചെയ്യാണല്ലോ. അന്നേരം നമ്മൾ മേടിച്ച് കളിക്കുന്നത്. ഓക്കെ. ഈ അബി ആണല്ലോ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂല്ലോ വന്നിട്ട്. അബീൻ എങ്ങനെയാണ് നിങ്ങളുടെ ഓഡീഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുന്നത്? അല്ലെങ്കിൽ അബീൻ എങ്ങനെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാ? അങ്ങനെ ഓഡീഷൻസ് ഒന്നും ആയിരുന്നില്ല. ഇവരെ ഞാൻ എടുത്തത് ഞങ്ങളൊരു ആൽബം റിലീസ് ചെയ്തായിരുന്നു, ദേവദാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കണ്ണനല്ലേ കീബോർഡ് വായിക്കുന്ന കണ്ണൻ. അപ്പൊ അവന്റെ ഫ്രണ്ടാണ് ഇവൻ. അപ്പൊ നമ്മുടെ കോറസ് വോക്കൽസ് പാടാൻ വേണ്ടിട്ട് സ്റ്റുഡിയോയിലേക്ക് അപ്പൊ ഞാൻ ഇവനെ കൂടെ വിളിച്ചു. അപ്പൊ എനിക്കറിയാം, കണ്ണൻ വഴി എനിക്കറിയാം പാടുന്നതെന്നറിയാം. അപ്പൊ അവിടെ വെച്ചിട്ട് പാടുന്നത് കേട്ടപ്പം ഇഷ്ടപ്പെട്ടു. അപ്പൊ പാവം പയ്യൻ എന്നൊക്കെ തോന്നി. ഇപ്പൊ മാറി. പാവം ചെക്കന. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് കണ്ടപ്പോഴത്തേനും പാടിയപ്പോ അവനോട് ചോദിച്ചു, പോരുന്ന കൂടെ അല്ലേ? പോരുന്നതിന്റെ കൂടെ ഫോട്ടോ പേപ്പറിൽ ചോദിക്കുന്ന പോലെ. എന്നാ ഞാൻ അതെ അങ്ങ് പോന്നു. നമുക്ക് പറ്റിയതാന്ന് വെച്ചാല് ഭയങ്കര ധൈര്യം. അറിയാത്ത പാട്ടാണെങ്കിലും എടാ പാടുവോന്ന് വെച്ചാൽ അതായത് ബാക്കിയുള്ളവരുടെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പം പ്രവീണോട് ഒരു പാട്ടിനിടയ്ക്ക് ചോദിക്കണം ബാക്കി പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശ്രീലാലാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം അറിയത്തില്ലാത്ത പാട്ടാണെങ്കിൽ ഒന്ന് മടിക്കും. ഇതിപ്പോ വരി അറിയത്തില്ലെങ്കിലോ ട്യൂൺ അറിയത്തില്ല അതെ, പേടിക്കാനൊരു മിനിമം പോലെ. ഇവിടെ ഈ ചേട്ടൻ മാത്രം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കണം. എല്ലാരും വിശിച്ചോണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം? വിഷുവൊക്കെ ആയില്ലേ? സന്തോഷാണോ? സന്തോഷം. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നന്ദഗോപുരമാണ്. ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ. നിങ്ങളൊക്കെ 25 വർഷമായിട്ടുള്ള സന്തോഷമാണ്. അതെ. നിങ്ങളുടെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ നന്ദഗോവിന്ദന്റെ ഇന്റർവ്യൂ എടുക്കാനായിട്ടാണ് ഞാൻ വന്നേക്കുമ്പോഴത്തേനും അയ്യോ അവര് പാടുന്ന കേട്ടാൽ തന്നെ ചിലവർ മോർണിംഗ് ഒക്കെ വെക്കും. നമ്മുടെ നെയ്ബേഴ്സ് വില്ലയിലുള്ളവരൊക്കെ ഇത് പോസിറ്റീവ് വൈബ് കിട്ടാൻ വേണ്ടി മോർണിംഗിലൊക്കെ ഇങ്ങനെ മ്യൂസിക് ഓൺ ആക്കി അയ്യോ അവരാണോ ഞങ്ങൾ എത്ര നാളായി. കുറെ പേര് നേരിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ടിക്കറ്റിന്റെയും ഇതിന്റെ ഒക്കെ ഇഷ്യൂസ് കാരണം അങ്ങനെ കുറെ പേര്. അപ്പൊ ഇത്രയും പേരുടെ സ്നേഹം നിങ്ങൾ വിചാരിച്ചിരുന്നോ ഇങ്ങനത്തെ ഒരു എന്ന് വെച്ചാൽ ഇതൊരു ഭക്തി ഭജൻ ആണല്ലോ, ഇത്രയും വൈറലാവും അല്ലെങ്കിൽ ലോകമെമ്പാടും പോയി ഇത്രയും സ്റ്റേജ് കവർ ചെയ്യുന്നൊക്കെ എപ്പോഴെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? മാനിഫെസ്റ്റ് ഒക്കെ നമ്മൾ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അതായത് ഗ്ലോബൽ സ്റ്റേജുകളിലൊക്കെ പോകണം. പക്ഷെ നമ്മള് അതൊക്കെ വെറും ആഗ്രഹങ്ങൾ മാത്രം. പക്ഷെ നമ്മളൊരു
ഇപ്പൊ നമ്മൾ ഇപ്പൊ ഫിലിം സോങ്സ് അല്ലെങ്കിൽ നമ്മളിപ്പം റാപ്പ് മ്യൂസിക് അല്ലെങ്കിൽ പോപ്പ് മ്യൂസിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി തന്നെ ഓൾറെഡി വലുതാണ്, വലിയ കാറ്റഗറിയാണ്. അത് നമ്മളായിട്ട് ബിൽഡ് കാറ്റഗറി നമുക്ക് ഇവോൾവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അവിടെ നമ്മൾ നന്നായിട്ട് ക്ലിക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വിളിക്കും. പക്ഷെ നമ്മളുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഭജൻ ഇസ് എ വെരി നിഷ്, വളരെ ചെറിയ കാറ്റഗറിയാണ്. അപ്പൊ ആ കാറ്റഗറി തന്നെ വലുതാക്കണം നമുക്ക് വളരണമെങ്കിൽ, മനസ്സിലായില്ലേ? അപ്പൊ അതൊരു വലിയൊരു ചലഞ്ചാണല്ലോ. പക്ഷെ അത് ഇത്രയും സ്കെയിലിലേക്ക് ആ കാറ്റഗറി ഞങ്ങൾ മൂലം വളരും എന്നുള്ള കാര്യം നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പൊ അങ്ങനെ ഒരു പുഷ് ഉണ്ടായി. അതുവഴി ഒത്തിരി പേര് പുതിയ ഗ്രൂപ്പുകൾ വന്നു, ഒത്തിരി പേര് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് കഴിഞ്ഞ ദിവസമൊക്കെ കുറെ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു പേഴ്സണലൊക്കെ, ഞാൻ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്കും അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഒരു ലൈഫ് അല്ലെങ്കിൽ ഏർണിങ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടായി അല്ലെങ്കിൽ അതിനൊരു ചാൻസ് ആയി എന്ന് പറഞ്ഞിട്ട് കുറെ പേര് എനിക്ക് പേഴ്സണലി ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ കാര്യം ഞങ്ങളെ വഴിയാണെങ്കിൽ പോലും അപ്പൊ ഞങ്ങളൊരു നിമിത്തമായി എന്ന് പറയാം, അല്ലെങ്കിൽ ഞങ്ങളൊരു അങ്ങനെ അതൊരു വളരെ സന്തോഷമാണ്. ഒരു പുതിയ ഇൻഡസ്ട്രി ഉണ്ടായതാണ്. അതെ അതെ അതെ. ഈ പ്രീവിയസ് ഇന്റർവ്യൂയില് ഇങ്ങനെ ഒരു ആങ്കർ ഇങ്ങനെ ചോദിക്കണ ഞാൻ കേട്ടിരുന്നു, ലൈക്ക് ലേഡീസിന് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാത്ത അങ്ങനെ ചോദിച്ചത്. ഇപ്പൊ ഒരു പുതിയതായിട്ട് ഒരു ലേഡി ഭജൻ ഗ്രൂപ്പ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരുപാട് ക്രിറ്റിസൈസ് അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നത് നന്ദഗോവിന്ദം വെച്ചാണ് നിങ്ങളെ കോപ്പടിക്കുക. ഇപ്പൊ ഇനിയിപ്പം ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നവരൊക്കെ കമ്പയർ ചെയ്യാൻ നന്ദഗോവിന്ദം ഉള്ളതുകൊണ്ട് അവർക്ക് ഒരുപാട് ക്രിറ്റിസൈസിങ് മെസ്സേജസ് ഒക്കെ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പൊ അതെങ്ങനെ നിങ്ങൾ എങ്ങനെയാ നോക്കിക്കാണുന്നത്? കാരണം നിങ്ങൾക്കും അങ്ങനെ വളരണം എന്ന് തന്നെയാണല്ലോ ആഗ്രഹം, ഓരോരുത്തർ വരണം എന്നൊക്കെ. അല്ല അങ്ങനെ ക്രിട്ടിസൈസ് നമുക്കിപ്പോ എന്താണെങ്കിലും എല്ലാം ഒരു തരത്തിൽ ഒന്നെങ്കിൽ കോപ്പിയല്ല അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എന്തൊക്കെയും ആണല്ലോ അല്ലെ. ഇപ്പൊ നമ്മളിപ്പം ഒരു ഒരാൾക്ക് ഒരു പുതിയ പാട്ട് കമ്പോസ് ചെയ്യാണെങ്കിൽ പോലും ഉള്ള രാഗത്തിൽ കമ്പോസ് ചെയ്യുന്നത് വന്നതല്ല ഇതൊന്നും. എന്താണെങ്കിലും ഇപ്പൊ ഞങ്ങളാണെങ്കിലും ഹരിദോസ്ഗിരി എന്നുള്ളൊരു സ്വാമിജി ഉണ്ടായിരുന്നു, സിയാപതി എന്നുള്ളത് പുള്ളിയുടെ പാട്ട്, പുള്ളിയുടെ ഇൻസ്പിറേഷൻ ഞങ്ങൾക്ക് ധാരാളം ഉണ്ട്. സോ അങ്ങനെ ഒത്തിരി ഇൻസ്പിറേഷൻസ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അത് എല്ലാവരും ഓരോ പുതിയൊരു നമ്മളൊരു പുതിയൊരു ക്രിയേഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പലതും പഠിച്ചിട്ടേ എത്തത്തുള്ളൂ. അപ്പൊ എല്ലാവരും അങ്ങനെ വളരട്ടെ. നമ്മൾ ഒത്തിരി നമ്മളതിൻ്റെ അത് ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അതിന്റെ അത് അങ്ങനെ മോശം ആരെയും ആക്കേണ്ട കാര്യമില്ല അതിന്റെ അകത്ത്. ഓക്കെ. ആൻഡ് മാനേജറായിട്ടാ ഇനി ഈ ഒരു വർഷം മൊത്തം ഫുൾ ആണോ? ഒരു ഫുൾ ബുക്കിംഗ്? അപ്പൊ ഈ വർഷം ഇനി നന്ദഗോവിന്ദന് ഇനി ഒന്നും എടുക്കാൻ പറ്റത്തില്ല? ഇല്ല. ഓ മൈ ഗോഡ്. അപ്പൊ അടുത്ത വർഷത്തേക്കാണ് ഇനി പറ്റത്തുള്ളൂ കോൾസും കാര്യങ്ങളും? വർഷം നമ്മൾ മാർച്ച് വരെ ഇപ്പൊ ലോക്ക്ഡ് ആണ്. ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് നമ്മൾ കൺഫർമേഷൻ നമ്മളൊരു 6 മാസമാവും. 6 മാസം. ഓക്കെ. അങ്ങനെയാണ് പ്രോസസിങ്. ഞങ്ങൾ കുറെ ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിൽ ഞാൻ കേട്ടു പലരും പാസ്പോർട്ട് എടുത്ത് അല്ലെങ്കിൽ പലരും ഫോറിൻ ട്രിപ്പ് ഒക്കെ ഈ നന്ദഗോവിന്ദത്തിലൂടെയാണ് നടന്നിരിക്കുന്നത്. അബീഡൊക്കെ എങ്ങനെയാ ഫോറിൻ ട്രിപ്പ് നന്ദഗോവിന്ദായിരുന്നു? കൊച്ചിയിലെ പോയിട്ടുണ്ട്, കാരണം അച്ഛൻ സൗദി അറേബ്യയിലായിരുന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഒരു 15 വർഷം മുമ്പ് നിർത്തി വന്നായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു സമയത്ത് വലിയ ഓർമ്മയൊന്നും ഇല്ല. നമുക്ക് പുറത്തു പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് 3.5 വയസ്സേ ഉള്ളായിരുന്നു. ഇപ്പം അപ്പം ഇവിടെ വന്നിട്ടാണ് പാസ്പോർട്ട് ഒക്കെ എടുത്ത് ഫസ്റ്റ് ദുബായ് പോയത്. ദുബായിൽ ഇപ്പം 2 ദുബായും പോയി, ബഹ്റൈനിലും പോയി. ഇനിയിപ്പോ ഓസ്ട്രേലിയ പോകാൻ പോകുന്നു. ഓസ്ട്രേലിയ പോകാൻ പോകുന്നു. ഓസ്ട്രേലിയ പോകാൻ വേണ്ടിട്ട് ഓസ്ട്രേലിയൻ ജേഴ്സി ഒക്കെ അതിലേക്ക് പോകുമ്പോ കങ്കാരു നിങ്ങളെല്ലാരും അഭിനയ ട്രോളുന്നത് കളിയാക്കുന്നതല്ല. അവനെ കിട്ടിയത്. എനിക്കൊന്നും അഭി ഓൾമോസ്റ്റ് ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ് ആണ് ഇടുള്ളൂ മിക്ക. നിങ്ങളൊക്കെ അതൊരു വലിയ അതൊരു ചോദ്യം. ശരിക്കും പറയുന്നത് മെയിൻ കണ്ടന്റ് അഭിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് അതായത് കഴിഞ്ഞ ദിവസം പ്രോഗ്രാം ഞങ്ങൾ 3 ദിവസം ട്രാവൽ ഉണ്ട്. ഇങ്ങനെ കൂടെ പോയി ട്രിവാൻഡ്രം വന്ന് തിരുവല്ല പോയിട്ട് പിന്നെ വീട്ടിലേക്ക് പോകും. അവനെ ഒരു കുഞ്ഞു ബാഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോ 2ാമത്തെ ദിവസം ഒരേ ഷർട്ട്. ഇതിനൊരു അന്ത്യമില്ലേ? പ്രോഗ്രാം കാണുമായിരുന്നു. ഇന്നലെ പ്രോഗ്രാമിന്റെ ഡ്രസ് ഒരു ടീഷർട്ട് ഇട്ടിട്ട് വന്നു. ഞാൻ പറഞ്ഞു അത് പേർ ചെയ്താ അതിനീട്ടാ ഞങ്ങള് വഴക്കുറയുന്നുള്ളതുകൊണ്ട് ഇതാ വിട്ടാ കുഴപ്പമില്ല. 3 വർഷം മുമ്പ് വണ്ടർലേ പോയി ഇട്ടോണ്ട് വരും. 3 വർഷം മുമ്പ് വണ്ടർലേ പോയ ടീഷർട്ട് ഇല്ലേ, അതിട്ടോണ്ട് ഇപ്പോഴും വരും. അവർ ഈ ജെൻസി ആണല്ലോ അല്ലെ, ആയിരിക്കും. ആണെങ്കിലും അവനോട് ഞങ്ങൾ പലപ്പോഴും പറയും, എടാ നീ
നിന്റെ ഉണ്ടോ കുറച്ചുകൂടെ ഫാഷൻ സെൻസ് ഒക്കെ ഒന്ന് മാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ബാക്കി എല്ലാവരും നല്ല ഫാഷൻ വലിയ ചെക്ക് ഷർട്ട് ഒക്കെ ഇട്ടുണ്ട് ചെക്സ് ഒന്നും കുഴപ്പമില്ല ചെക്സ് ഇപ്പൊ വീണ്ടും വരുന്നുണ്ട്. മറ്റേ ഷോൾഡർ ഒന്നും പാകാകാൻ അല്ല മറ്റേ ചില സമയത്ത് ജീൻസ് ഒക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾ കോളേജിൽ ഉപേക്ഷിച്ച ജീൻസ് ഒക്കെ ഇല്ലേ ആ ഒരു മോഡലൊക്കെ വീണ്ടും ബാഗൊക്കെ കഴിഞ്ഞോണ ടൂർ പോകുമ്പോ കണ്ണം പറഞ്ഞിട്ട് ബാഗ് വാങ്ങിപ്പിച്ച് ഉണ്ണിയോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രോഗ്രാം പൈസ കൊടുക്കണ്ട നമ്മൾ ഇവനെയായിട്ട് നമ്മൾ പോകുന്നു അതും കിട്ടാൻ മതി അതെനിക്ക് ചൂസ് ചെയ്യണം. അയ്യോ പാവം കേട്ടോ. ഇപ്പത്തെ കാലത്ത് ഇങ്ങനത്തെ കുട്ടികളുണ്ടോ? അതെ അതെ നിർത്തുകയാണ്. നാളെ തൊട്ടേ പുതിയൊരു ജന്മമായിട്ടല്ലേ വേറെ കുട്ടിയാ. വേറെ കുട്ടിയായിട്ടായിരിക്കും വരുന്നത്. അത് ഈ നിങ്ങൾ ഈ ഫിലിം ഇപ്പൊ ഫിലിമില് ഒരു മ്യൂസിക് കാറ്റഗറി ഉണ്ടല്ലോ നമ്മുടെ മൂവി ഇൻഡസ്ട്രിയിൽ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും പേഴ്സണലി പാട്ട് പഠിക്കാൻ അല്ലെങ്കിൽ പാട്ട് പാടാൻ അങ്ങനെ കോണ്ടാക്ട് ചെയ്തേക്കുന്നവരൊക്കെ ഉണ്ടോ? അതെനിക്ക് കണ്ടറിഞ്ഞു പോരല്ലേ. അതുണ്ടല്ലോ ഒന്നുമില്ല. പെട്ടെന്ന് സൈലൻസ്. എന്തോ ഒരു സാധനം വരാനുണ്ടെന്ന് തോന്നുന്നു. ഒരു സാധനം വരാനുണ്ട്. അത് പറഞ്ഞേക്ക് ഇനി എന്താന്ന് പറയുന്നില്ല. ഒരു സാധനം വരാനുണ്ട്. ഒരു സാധനം ഏത് വർഷം? ഈ വർഷം തന്നെ വരുമോ? എത്ര മാസത്തിനുള്ളില്? മാസം എത്ര ദിവസം ഏത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേനും വരുമായിരിക്കും. ഓക്കെ. ലാലേട്ടന്റെ പടത്തിൽ വല്ലതും ആണോ? അല്ല ലാലേട്ടന്റെ ലാലേട്ടന്റെ മമ്മൂക്കയെ കണ്ടല്ലോ. അതല്ല അല്ല. ഓക്കെ. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഉണ്ടല്ലോ ഇങ്ങനെ കുത്തി കുത്തി പറയണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറിലേക്ക്. അപ്പൊ നിങ്ങൾ എല്ലാരും ഉണ്ടോ? അതോ ഏകദേശം ഫുൾ ടീം ഉണ്ട്. എല്ലാരും അല്ല. ഓക്കെ. സ്ക്രീനിൽ കാണാൻ പറ്റൂ ചിലപ്പോ. ഇത്ര പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി കുറച്ചും കൂടെ ചോദിച്ചാ മൂവി നെയിം ഒക്കെ പറയാൻ സാധ്യതയുണ്ട്. അത് പറയാൻ നിങ്ങൾക്കും അറിയില്ലല്ലോ. പേരിട്ടിട്ടില്ല. നിങ്ങൾ ഫിലിം ഒക്കെ കാണുന്ന കൂടുതൽ ടൈം കിട്ടാറുണ്ട്. ഇപ്പൊ ഈ വാഴാറ്റു ഒക്കെ ഭയങ്കര കുമാരെല്ലാം കണ്ടു. ഞാൻ ഒഴിച്ചു. എല്ലാ പടം കണ്ടുകൊണ്ടിരുന്നത് ഞാനാണ്. ഞാൻ എല്ലാ വീക്കെൻഡിലും എല്ലാ ഫിലിംസും ഞാനും വൈഫും ഫസ്റ്റ് തന്നെ ഞാൻ കാണുന്നതായിരുന്നു. ഇപ്പം ഏറ്റവും ലാസ്റ്റ് കാണുന്ന ആള് ഞാനായി. കാര്യം സമയം കിട്ടും. കാര്യം വീക്കെൻഡിൽ ട്രാവല് പിന്നെ ഇപ്പൊ കാണാനായിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടു വാഴാറ്റു കണ്ടപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സമയമൊക്കെ നിങ്ങളുടെ ഈ ഒരു ഗ്യാങ്ങിനെ പറ്റി തോന്നിയ? കാരണം അതിൽ ഭയങ്കര ഒരു ബോണ്ടിങ് കാണിക്കുന്നുണ്ട്, സിബ്ലിംഗ് ഫ്രണ്ട്ഷിപ്പ് എല്ലാം. അപ്പൊ അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വന്നു. പഠിച്ച സ്കൂൾ ടൈം. പഠിച്ച സ്കൂൾ ടൈമിൽ അങ്ങനെയായിരുന്നാ? ഞങ്ങള് മാത്രമല്ലല്ലോ, ചില കാര്യങ്ങൾ റിലേറ്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാം. അതൊന്നും എനിക്കൊന്നും അറിയത്തില്ല. അല്ല പണ്ട് ഭജന പാടിയിരുന്നപ്പോഴും വാഴ കാറ്റഗറി ആയിരുന്നു. നമ്മള് കുറച്ചൊക്കെ ഇങ്ങനെ ഭജനയും പാടി നടന്നു. അതാണെങ്കിൽ ഫസ്റ്റ് പടം വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭജനയും പാടി നടന്നു. ഇങ്ങനെ മ്യൂസിക് എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ പല കാറ്റഗറി ഉണ്ട്. അതിപ്പോ നല്ലതായിട്ട് ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഭജന എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി ഇപ്പൊ നവീൻ പറഞ്ഞ പോലെ ആ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരുന്നു. അപ്പൊ നമ്മൾ അത് ചൂസ് ചെയ്യുന്നെന്ന് പറയുമ്പോഴത്തേക്കും പണ്ടൊരു സമയത്ത് മറ്റേ BSc നഴ്സിംഗ് ഭയങ്കര ഹൈപ്പിൽ നിന്ന സമയത്ത് ഞാൻ ഡിഗ്രി ചൂസ് ചെയ്തതാണ്. അന്ന് എന്റെ നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞു ഇങ്ങനെ തലയ്ക്ക് ഭ്രാന്താണ്. കാരണം അന്ന് BSc നഴ്സിംഗ് പഠിക്കുന്നു, നേരെ വിദേശത്ത് ഹൈ ലെവലില് ഗാനമേളയായിട്ട് ഭയങ്കര ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഐഡിയ സ്റ്റാർസിന്റെ പോലുള്ള ഷോസ് വന്നിട്ട് ഗാനമേളയ്ക്ക് പോയിട്ട് ഒത്തിരി റെമ്യൂണറേഷൻ ഒക്കെ കിട്ടുന്ന സമയത്താണ് ഞങ്ങൾ ഭജനയ്ക്ക് പോവുക. അപ്പൊ ആ സമയത്ത് കാണുന്ന പലർക്കും ഞങ്ങളെ ആ ഒരു കാറ്റഗറിയിലേക്ക് പെടുത്താൻ പറ്റിയില്ല. പക്ഷെ സഹായിച്ചല്ലേ. ഇനി എവിടെ ഇനി പോവാത്ത സ്ഥലങ്ങളുണ്ടോ? വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അല്ല ഇനിയിപ്പോ നമ്മൾ ഈ വർഷം ഓസ്ട്രേലിയ പോകുന്നുണ്ട്. യുഎസിന്റെ വിസ പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് അവിടുത്തെ ആയാൽ മീൻസ് വിസയുടെ കാര്യം അറിയാലോ. യുഎസിന് ഇച്ചിരി ടഫാണ്. പക്ഷെ ഏകദേശം പ്രോസസ്സിലാണ്. 4 രാജ്യങ്ങളൊന്നും UK പോകുന്നുണ്ട്, കാനഡ പോകുന്നുണ്ട്. ഇങ്ങനെ പോകുമ്പോ ഫാമിലീസ് പറയല്ലോ ഞങ്ങൾക്കും വന്നെന്നൊക്കെ ആഗ്രഹമുണ്ട്, ഞങ്ങളെ കൊണ്ടോ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ. ഞാനൊക്കെ എനിക്ക് ഉറപ്പായിട്ടും പറഞ്ഞേനെ. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ? പറയാറുണ്ടല്ലേ ഒരു സംഘടന? എന്റെ ഭാര്യക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ല. അവളെ നിർബന്ധിച്ചാലേ പറഞ്ഞെങ്കിൽ ഇച്ചിരി പാടാ. പ്രവീൺ ചേട്ടന്റെ ഓൾറെഡി കാനഡയിലാണ്. കാനഡയില് ട്രാവൽ ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ അവള് ഞാൻ നിരുത്സാഹപ്പെടുത്തും. എടി അവിടെ പോയ ഹോട്ടലിൽ ചെല്ലും, ഞങ്ങൾ അപ്പൊ തന്നെ ഭജനക്ക് പോകും, അപ്പൊ തന്നെ തിരിച്ചു വരും, പുറത്തൊന്നും കാണാൻ പറ്റില്ല, കാണാൻ പോകുന്നില്ല, അടുത്ത ഫ്ലൈറ്റിന് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ തന്നെയാണോ മനീഷ് ചേട്ടന് വീട്ടിൽ പറയാറ്?
പറയാറുണ്ട്. വളരെ ലളിതമായ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ. ഇന്റർവ്യൂ കണ്ട് പേടിച്ചിരിക്കണയാണോ? എന്നെ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ചുമയാണോ? ഓക്കെ ഓക്കെ. ഉണ്ണിച്ചേട്ടൻ എങ്ങനെയാ വീട്ടിൽ? വൈഫ് എങ്ങനെയാ? അവൾക്ക് പോകുന്ന കാര്യം പറയുമ്പോ വൈഫിനേക്കാളും കൂടുതൽ എന്റെ മോളാ. അവളാണ് പറയുന്നത് അയ്യോ എല്ലായിടത്തും പോവാ. സത്യം. ഈ ഓസ്ട്രേലിയ US എന്നൊക്കെ ഇന്റർവ്യൂല് വെള്ളം കുടിപ്പിച്ചു. നന്ദഗോയത്തിന് വെള്ളം അത്രക്കുള്ള ബുദ്ധി എനിക്കില്ലാതെ അവർക്കറിയാം. അല്ല, നിങ്ങൾ ഞങ്ങളുടെ കഷ്ടപ്പാടും കൂടെ മനസ്സിലാക്കണം. ഞങ്ങൾ 2:45 വന്നതാ കൊച്ചിന്ന്. 1 മണിക്ക് കടന്നതാ. അറിയാം, ഞാൻ കിടന്നത് വന്നില്ലേ അപ്പോഴും ഞാൻ കിടന്നു. അതെ, കടന്നില്ലേ? ഞങ്ങളെ പുണർന്നിരുന്ന് വന്നോണ്ടിരിക്കുവായിരുന്നു. നേരത്തെ കിടന്നില്ലേ? ഞാൻ എത്ര ദിവസമായി തുടങ്ങിയിട്ട്. അയ്യോ, ഇനി ട്രോൾ വരും. വേണ്ട വേണ്ട, നമുക്ക് ഇതിനെപ്പറ്റി പറയണ്ട. ഇത് ആരോടാ സംസാരിക്കണേന്നൊക്കെ പറഞ്ഞ്. നിങ്ങൾ ഈ ഭജൻസിൽ കയറുമ്പോ അമ്പലത്തിലൊക്കെ ഇങ്ങനെ വരുമ്പോ നിങ്ങൾ അന്നത്തെ ദിവസം വെജ് മാത്രമാണോ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഫുഡിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമിന് മുന്നേ അങ്ങനെയൊക്കെ നിങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും കാര്യങ്ങളായിരിക്കും? നിങ്ങളുടെ ഒരു എന്താ സ്റ്റേജിലേക്ക് കയറുന്നതിന് ഒരു പവർ, ഇപ്പൊ ചില മ്യൂസിക് ബാൻഡിന് അല്ലെങ്കിൽ കോൺസെർട്ട് പ്രോഗ്രാം ഒക്കെ അവർക്ക് ഒരു കോഡ് ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവരും കൂടെ കൂട്ടത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ആക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? നന്ദഗോവിന്ദത്തിന് എങ്ങനെയാ? ഞങ്ങളെല്ലാരും കൈ കൊടുത്തിട്ട് എനർജി കൈൻഡ് ഓഫ് പരിപാടി അത് നമ്മള് ഞങ്ങള് ആണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതെന്നാ അറിയത്തില്ല. പലർക്കും പല പല രീതിയിലാണ്. കൈ ദൂരെയുള്ളവരാണെങ്കിൽ എല്ലാരും ഒന്ന് ഫേസിൽ നിന്ന് ദൂരെയാണെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുക തുടങ്ങണതിന് മുമ്പ്. അതെ അതെ, ഒരു ഐ കോണ്ടാക്ട്, ഒരു കണക്ഷൻസ് എല്ലാം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ മറ്റേ കോസ്റ്റ്യൂം ഒക്കെ ജയ്പൂരിൽ നിന്നൊക്കെ അല്ലേ നിങ്ങൾ ഡിസൈൻ ചെയ്തത്? ഞാൻ ആ ഒരു കോസ്റ്റ്യൂം നേരിട്ട് കാണാൻ വേണ്ടി എന്തായാലും ജയ്പൂരിൽ നിന്നൊക്കെ ഡിസൈൻ ചെയ്ത് വരുന്നു. പ്രോഗ്രാമിന്റെ പിറ്റേ ദിവസമാണ് ഡിസൈൻ ചെയ്യുന്നത്. അതെ, അവിടെ നിന്നാണ് മെറ്റീരിയൽസും മറ്റേ പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ. ഞാനൊരു ഇന്റർവ്യൂ കേട്ടു, അത് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ എന്തൊക്കെയോ പ്ലാനിങ് ഒക്കെ അതൊക്കെ നടന്നോണ്ടിരിക്കുന്നു. നമുക്ക് സമയം കിട്ടുന്നില്ല. എല്ലാരും കുറച്ച് ഓൺലൈൻ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ അകത്ത് നമുക്ക് എന്താണെങ്കിലും നമ്മുടെ മെർച്ചൻഡൈസിങ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാരും ഉണ്ണിയെ വിളിക്കും. ഉണ്ണിയെ വിളിച്ച ഫോൺ എടുക്കാത്തതിനോട് അങ്ങനെ അതും ഡിമാൻഡില്ലേ, അതും ഹൈ ഡിമാൻഡ്. എപ്പോഴെങ്കിലും മാനേജർ പൊസിഷൻ രാജിവെക്കാൻ തോന്നിയിട്ടുണ്ടോ? എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പ്രോഗ്രാമിന് പോകുമ്പോൾ തോന്നാറുണ്ട്. ഇപ്പൊ 1 മണിക്കൂർ മുമ്പ് തോന്നിയുള്ളൂ. എല്ലാ ദിവസവും അതെ, അതൊരു സൈക്കിൾ ആണല്ലോ. എല്ലാ ദിവസവും തോന്നും രാത്രിയാകുമ്പോൾ വേറെ ആർക്കെങ്കിലും ആ പൊസിഷൻ കൊടുത്തിട്ട് എനിക്കൊന്ന് സ്വസ്ഥായി ഇങ്ങനെ മാനേജർ പൊസിഷൻ ഞാൻ രാജിവെക്കാൻ തിരിഞ്ഞു നോക്കുമ്പോ ആരുമില്ല. ആരുമില്ല. അത്രയും ഉത്തരവാദിത്തപ്പെട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലേ? അല്ല, ഞങ്ങള് എടുത്തേക്കുന്ന വൺ ഓഫ് ദ റൈറ്റ് ഡിസിഷൻസ്. അത് എന്താണെങ്കിലും ഇപ്പം ഞങ്ങള് ആയിട്ട് കൊടുത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളെ ചീത്ത വിളിക്കാനായിട്ടും അവന് അധികാരമുണ്ട്. അങ്ങനെ ഒരുത്തം വേണം. അങ്ങനെ ഒരാള് അത്രയും സ്ട്രോങ് ആയിട്ട് ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള ആൾക്കാരെ മാനേജ് ഉണ്ടാവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് എളുപ്പമല്ല. ഇപ്പൊ ഞാനാണെങ്കിലും അവൻ ഇപ്പൊ താമസിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് അവൻ ചീത്ത വിളിക്കും. അപ്പൊ അതിന്റെ അകത്ത് ഒരു അങ്ങനെ വേണം. അതിൽ നമ്മൾ പേഴ്സണൽ ആയിട്ട് ഒരു ഹേർട്ട് ചെയ്യത്തില്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. കാര്യം അവൻ ആ കാര്യങ്ങൾ പറയുന്ന റൈറ്റ് ഡിസിഷൻ ആയിരിക്കും. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാളെ ജയിച്ചിട്ട്. അല്ല, അത് വേറെ കാര്യം. നാളെ ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോ ലേറ്റ് ആയി. അതെ, അല്ല ഈ കൂട്ടത്തിൽ ഏറ്റവും പാവായിരുന്നു നിങ്ങളുടെ ഗ്യാങ്ങിന്? ഭയങ്കര പാവം. ആരും ഇല്ലെന്നോ? ഇങ്ങനെ ആരുമില്ല. നിനക്ക് കിട്ടുമോ? ഉദ്ദേശിക്കുന്നത് എല്ലാം അവനെ അവരുടെ എന്നെ അവന്ന് പറഞ്ഞ് അവനിപ്പോ എല്ലാരും അവനെ നോക്കണം. അഭിനിട്ടിരിക്കാം. അഭി പാവമൊന്നുമല്ല, അഭി കമ്മിറ്റഡ് ആയില്ല, അപ്പൊ പാവമൊന്നുമല്ല. നമ്മുടെ ഈ കണ്ണ പാവം. അയ്യോ, ശരി കേട്ടോ. ചിരി. വിഷുവിന് എന്റെ പേര് കണ്ണൻ. വിഷുവിന് അന്ന് തന്നെയാണ് അവന്റെ ബർത്ത്ഡേ. കണ്ണനും ഈ കണ്ണനും ഒരുമിച്ചാണ്. കണ്ണനായിട്ട് ഭയങ്കര അടുപ്പമുള്ള കണ്ണനാണ് എല്ലാരും കണ്ണൻ പൈസ കുറച്ച് നോട്ടി ഒക്കെ ആയിരുന്നു, കുറച്ച് കുറുമ്പും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ഈ കണ്ണൻ എങ്ങനെയാ? അല്ല, ഞാൻ സാധാരണ എല്ലാരും അത് കണ്ണന്റെ മറ്റേ മഹാഭാരതത്തിന്റെ ആ സമയത്തുള്ള ക്യാരക്ടറാണ്. ഭയങ്കര കുറച്ചാണ് സംസാരിക്കുള്ളൂ. അത്യാവശ്യം
കുറച്ചൊന്നുമല്ല. അവന്റെ ഇന്റർവ്യൂ ആയോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്തെങ്കിലും സൗണ്ടിന്റെ കാര്യം പറഞ്ഞൊന്ന് ഫോൺ ചെയ്ത് അതെ, നോക്കും. ഒന്ന് ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ ഇരിക്കേണ്ടി വരും കേട്ടു. നമ്മുടെ സൗണ്ട് എന്തെങ്കിലും ചോദിച്ചു. നമ്മുടെ സൗണ്ടിന്റെ കാര്യം എന്റെ പരിപാടികൾ മാനേജ് ചെയ്തവനാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അതാ. ഞാൻ ഇടയ്ക്ക് ഗൾഫിൽ നിന്ന് ഒരു വിളിക്കാം, 5 മിനിറ്റിന്റെ ആവശ്യത്തിന് വിളിച്ചേക്കും. ഒരു 1.5 മണി. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ 1.5 മണിക്കൂർ ആയാലും കണ്ടാൽ ഇത് നമ്മൾ എത്ര പറഞ്ഞാലും തീരത്തില്ല. ചിലപ്പോൾ ഏതെങ്കിലും പരിപാടിക്ക് എന്തെങ്കിലും സൗണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ രാശിയെ വിളിക്കും, എന്തായാലും വിളിക്കും. അപ്പത്തേക്കും ചെറിയൊരു കാര്യത്തിനായിരിക്കും വിളിക്കുന്നത്. ചിലപ്പം രാത്രി 2 മണി 10 വർഷത്തേക്ക് പ്ലാൻ ചെയ്യും. സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ അവൻ അവിടെ നിന്നാണ് മാനേജ് ചെയ്യുന്നത്. ഓ ദുബായിൽ നിന്നാണ്. അവിടെ സൗണ്ട് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആയിട്ടല്ല, ഞാൻ പർച്ചേസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ എങ്ങനെ ടൈം ഇതൊരു- ദുബായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന അങ്ങോട്ടേക്ക് പോയി ഞാൻ ബജാൻ കണക്ട് എന്നുള്ളൊരു ഇതിന് മാത്രമേ വരാറുള്ളൂ. ഇനിയിപ്പം വിഷുവും നമ്മുടെ അമ്പലത്തിലെ വിമംഗലങ്ങരയിലെ പ്രോഗ്രാം ഒക്കെ ആയതുകൊണ്ട് അതിനോട് കൂടി വന്നതാണ്. ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആയിട്ട് ഇപ്പൊ ചേട്ടൻ ഇപ്പം ലോങ് ലീവ് എടുത്തേക്ക് ഇപ്പോഴും വർക്കിംഗ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? നവീൻ ചേട്ടൻ ഞാൻ വർക്ക് ഇവിടെ. നവീനുണ്ട്, മനു, ശ്രീലാല്. അവരൊന്നും വന്നിട്ടില്ല. വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ലൈക്ക് മാനേജബിൾ ചെയ്യാൻ വേണ്ടി അപ്പം ഒരാൾക്ക് ഇപ്പൊ വരാൻ പറ്റില്ലെങ്കിൽ അടുത്ത ആൾ അങ്ങനെ അങ്ങനെ കുറച്ച് ബാക്കപ്പ് നിങ്ങൾക്കുണ്ടല്ലേ? സിംഗേഴ്സോ? സിംഗേഴ്സ് പ്രവീണുണ്ട്, ശ്രീരാജ്, മനു, ലീഡ് സിംഗേഴ്സ് ലീഡ് സിംഗേഴ്സിന് 5 പേരുണ്ടല്ലോ. പല പ്രോഗ്രാമിനും എല്ലാരും കാണത്തില്ല. അതെ അതെ. എല്ലാരെയും ഒരുമിച്ച് കിട്ടുന്ന പ്രോഗ്രാംസ് നമ്മുടെ ഭജൻ കണക്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഇവന്റ്സ് ലീവ് കിട്ടുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് കിട്ടുന്ന സാഹചര്യത്തിലൊക്കെ ഓക്കെ. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പോയിട്ട് നിങ്ങൾക്ക് മോശം അനുഭവം എപ്പോഴെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ലൈക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല പക്ഷെ ഒരു മനസ്സിന് ഭയങ്കര സങ്കടപ്പെടുത്തുന്ന അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഈ വന്നു? അടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല. പോയതല്ല, പോകാത്ത ഒരു സ്റ്റേജ് പറയേണ്ട കാര്യമില്ല. അല്ല, പോയ സ്റ്റൈലും ഉണ്ടായിട്ടുണ്ട്. ഏത്? അത് പറയാൻ പറ്റുന്നില്ല. നവീൻ്റെ പറഞ്ഞിട്ടില്ല. ഇല്ലായിരുന്നോ? നവീൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അതിലും വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ രസമുണ്ട്. അതെ അതെ. നമ്മളുടെയൊക്കെ മറ്റേ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ രക്തമൊക്കെ തിളച്ചു നിൽക്കുന്ന സമയത്തൊക്കെ അല്ലേ പ്രവീണ? അല്ല, ഈ വേദിയിൽ നവീൻ ഉണ്ടായിരുന്ന ഇഷ്യൂ ഉണ്ടാക്കിയാണ്. ഈ വേദിയിൽ നവീൻ ഉണ്ടായിരുന്ന ഇഷ്യൂ ആയേനെ. നല്ല അറിയിച്ചില്ല നമ്മള്. നവീൻ ഇല്ലായിരുന്നു, വന്നിട്ടില്ലായിരുന്നു. ഞങ്ങള് കുറെ 1.5 കിലോമീറ്റർ ഒക്കെ നടന്നു നോക്കിയ അറിയാനല്ലേ? ഓക്കെ. അപ്പൊ അത് റീസൺ ഞാനടുത്ത് തുടക്ക കാലഘട്ടത്തിലേക്ക് ഉണ്ട്. ചിലയിടത്ത് ചില സ്ഥലങ്ങളിലെ ആൾക്കാരുടെ ഇതുപോലെ ഇരിക്കും. അതനുസരിച്ച് നമ്മൾ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളുള്ള വളരെ ഇപ്പൊ വേദികൾ കുറവാണ്, എന്നാലും 1-2 വേദിയൊക്കെ ഇപ്പൊ ഒരു തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കാരണം ഇതിന് അത്രയ്ക്കുള്ള അക്സെപ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇതിനൊരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാനായിട്ടുള്ള രീതിയിൽ അവരെ നമ്മൾ പെരുമാറാൻ നമ്മൾക്ക് ഒരു സ്റ്റേജ് കിട്ടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അന്ന് വലിയ കാര്യം. അപ്പൊ ഇച്ചിരി ഇതായിട്ട് പെരുമാറിയാൽ നമ്മൾ അന്നത് സഹിക്കും. അതെ, കോംപ്രമൈസ് ചെയ്താൽ സത്യം. അപ്പൊ അതുകൊണ്ട് അറിയില്ല, ആ സമയത്ത് നമ്മൾ അങ്ങനെ മുന്നോട്ട് പിന്നെ ഈ നവീൻ പറഞ്ഞ പോലെ ഡിഗ്രി ആ ഒരു സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഈ ഒരു കാര്യം വരുമ്പോഴത്തേക്കും തിരിച്ചു പ്രതികരിക്കണം ഇതാണെന്ന് അങ്ങനെ ചെറിയ സ്റ്റേജുകളൊക്കെ ഉണ്ട്. അതൊന്നും പക്ഷെ ഇപ്പൊ അങ്ങനെ ഓർത്ത് വെച്ച് ഇതാക്കാനായിട്ടുള്ള സ്റ്റേജുകൾ അങ്ങനെയൊന്നുമില്ല. എനിക്കത് മാത്രം എന്റെ മൈൻഡ് വരുന്നുള്ളൂ. ആറുമാനൂരല്ല, അത് ആറുമാനൂരില്ലായിരുന്നു, അത് 8 എടുത്തല്ലേ നമ്മുടെ പരിപാടി. ഓക്കെ. ഈ ഇതിലിപ്പോ നിങ്ങളുടെ ഫേസ് എല്ലാം ഇപ്പൊ തന്നെ കുറച്ച് എന്താ ഓർഗനൈസേഷന് കിട്ടുന്ന ഒരു ഫേസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സോഷ്യൽ സ്റ്റേറ്റസ് ഉള്ള ആൾക്കാരാണ്. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കുക പുറത്തു പോകുമ്പോ അയ്യോ ഇങ്ങനെ ഇരിക്കണം, അയ്യോ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ തിരിച്ചറിയുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം, അങ്ങനെ കോൺഷ്യസ് ആകാറുണ്ടോ നിങ്ങള്? ഞാനും ഇല്ല. വല്ലാണ്ട് ബഹളം വെക്കുമ്പോ നമ്മൾ തന്നെ പറയണം അടങ്ങണങ്ങന്ന് പറയും. ഹോട്ടലിലൊക്കെ പോകുമ്പോ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോ നമ്മൾ സംസാരിച്ച ഒച്ചയെ കൊടുക്കും. എപ്പോഴും തമാശയും ചിരിയും കളിയോ നമ്മൾ ഇച്ചിരി കൺട്രോൾ ചെയ്യണമെന്ന് പറയാം. എന്നെ കുറച്ച് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും, ഞാൻ തന്നെ കൺട്രോൾ ആവുന്നത്. നിങ്ങൾ അങ്ങനെ സോഷ്യലി കോൺഷ്യസ് അങ്ങനെ ആകാറില്ല? നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പുറത്തിറങ്ങുമ്പോഴും അകത്തിരിക്കുമ്പോഴും അങ്ങനെയൊക്കെ ഇരിക്കാറ്, അല്ലാതെ അങ്ങനെയല്ല പറഞ്ഞത്. എന്നാലും നമ്മള് ഭയങ്കരമായിട്ട് അങ്ങനെ കോൺഷ്യസ് ആകാറൊന്നുമില്ല. നമ്മള് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പെരുമാറുന്ന ആ രീതി തന്നെയാണ് നമ്മള് പുറത്തു പോയാലും അങ്ങനെ. നിങ്ങളുടെ തുടക്ക കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് തന്നെ വൈറലാകും എന്ന് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ? ഇപ്പൊ തോന്നിയിട്ടുണ്ടോ തുടക്ക ടൈമിലൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയ സമയത്തോ? അല്ല, സോഷ്യൽ മീഡിയ ഇപ്പോഴാണ് ഇത്രയും ആക്റ്റീവ് അല്ലെങ്കിൽ ഒരു എന്താ
സാറ്റലൈറ്റിനെക്കാളും ഒരു വാല്യൂ സോഷ്യൽ മീഡിയക്ക് ഈ ഒരു കാലഘട്ടത്തിലാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഭജൻസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ആക്റ്റീവ് അല്ലായിരുന്നു, സ്റ്റാർട്ടിങ് ആയി വന്നു. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ആ സമയത്ത് സോഷ്യൽ മീഡിയ കുറച്ചും കൂടെ ഒക്കെ ഇങ്ങനെ ബ്ലൂം ചെയ്ത് നിന്നിരുന്നെങ്കിൽ നിങ്ങൾ ആ സമയത്തെ വൈറലായി പോകാമായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ട്? പറയാൻ പറ്റില്ലല്ലോ, അത് നമുക്ക് ഓരോ സിറ്റുവേഷൻസ് അല്ലേ, ഓക്കെ. അതിന് പല സാഹചര്യങ്ങൾ വരണല്ലോ. അത് അതെ. ഇപ്പൊ നമ്മൾ വൈറലായെന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, അത് 13 വർഷമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട്. വർഷങ്ങളാണ് പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. 2008 2009 പാടിയ പാട്ടാണ്. അപ്പൊ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ആ സമയത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തപ്പോ അതങ്ങ് വൈറലായി. അല്ല, അന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യലും അത്ര എളുപ്പമല്ല. അല്ല വേറെ ആൾക്കാർ. അതുമാത്രല്ല, അന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യലൊന്നും അത്ര എളുപ്പമല്ല. ഇപ്പൊ എല്ലാവർക്കും മൊബൈൽ എടുക്കാൻ എഡിറ്റ് ചെയ്യാൻ അറിയാം. അന്നൊന്നും ആർക്കും അറിയില്ല. ഒരു വീഡിയോ എടുക്കാൻ തന്നെ ഫോൺ, നല്ല ഫോണുകൾ നമ്മുടെ വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ 2 പേരെടുത്തായിരിക്കും നല്ല ഫോണുകളാണ്. അല്ലെ, ആ സമയത്ത് പണ്ട് നമ്മൾ തുടങ്ങിയ സമയത്ത് ഓർക്കൂട്ടൊക്കെ അതെ. അന്ത കാലഘട്ടം. ഞാനപ്പോ 4th സ്റ്റാൻഡേർഡിൽ കാണാമോ? ഞങ്ങള് ഭജൻ ഞങ്ങള് വിശ്വാസമില്ല, പക്ഷെ ഞങ്ങള് ടെക്നിക്കലി ഭയങ്കര ഞങ്ങൾ 6ാം ക്ലാസ്സിലായിരുന്നു അല്ലേ? എന്നെക്കാളും 6ാം ക്ലാസ്സിലെ ഓർക്കൂട്ട് യൂസ് ചെയ്യായിരുന്നു. നിങ്ങൾ ആ ടൈമിൽ എനിക്കൊന്ന് കോളേജിലായിരിക്കാനാ സാധ്യത. കോളേജ് എത്തിയിട്ടില്ല. പ്ലസ് 1 പ്ലസ് 1 പ്ലസ്